ഹായ് ഓൾ, എല്ലാവർക്കും ലേണിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള PSCയുടെ LDC മുൻവർഷ ചോദ്യങ്ങൾ കെമിസ്ട്രി പാർട്ടിൽ ആണ്. കെമിസ്ട്രിയിലെ മുൻവർഷ ചോദ്യങ്ങളാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാവേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ആങ്സ്ട്രോം, ന്യൂട്ടൺ, വെബർ, ഫെർമി. ആങ്സ്ട്രോം, ന്യൂട്ടൺ, വെബർ, ഫെർമി. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആങ്സ്ട്രോം എന്തിൻ്റെ യൂണിറ്റ് ആണ്? ലെങ്തിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ? ആങ്സ്ട്രോം എന്തിൻ്റെ യൂണിറ്റ് ആണ്? ലെങ്തിൻ്റെ യൂണിറ്റ് ആണ്. ന്യൂട്ടൺ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ അല്ലേ? ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെബർ എന്തിൻ്റെ യൂണിറ്റ് ആണ്? വെബർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ്. വെബർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ്. അപ്പോൾ പിന്നെ ഫെർമി എന്താണ്? അപ്പോൾ ഫെർമി ആയിരിക്കുമോ ആൻസർ? നമുക്കൊന്ന് നോക്കിയാലോ. ആൻസർ ഏതാണെന്ന് നോക്കാം. യെസ്, അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഫെർമി ആണ്. അപ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഫെർമി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഏതാണ്? ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ. ഏതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ. അപ്പോൾ ഇതിനകത്ത് ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിതഗൃഹവാതകങ്ങളിലാണ് ഉൾപ്പെടുന്നതാണ് മീഥേന്, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം തന്നെ അല്ലേ? അപ്പോൾ ഭൂമിയിൽ ഒരു പ്രത്യേക ചൂട് നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ചൂട് അബ്സോർബ് ചെയ്യുന്ന ഏതൊക്കെയാണ് വാതകങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് ഏതൊക്കെയാണ്? മീഥേൻ ഉണ്ട്, അതിനകത്ത് നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ വേപ്പറും ഉണ്ട്. അപ്പം അതിനകത്ത് എക്സെപ്ഷണൽ ആയിട്ട് നിൽക്കുന്ന ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ ആണോ ആൻസർ എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ യെസ്, ഹൈഡ്രജൻ ആണ് ആൻസർ. അപ്പോൾ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഒരു ഹരിതഗൃഹവാതകം അല്ല. അപ്പം ഏതൊക്കെയാണ് ഹരിതഗൃഹവാതകം? മീഥേൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലേ? അപ്പം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ഹരിതഗൃഹവാതകം അല്ല. അതോർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏത്? ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബോക്സൈറ്റ്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറ്റൈറ്റ്. ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറ്റൈറ്റ്. അപ്പോൾ ഇരുമ്പിൻ്റെ ധാതുക്കളെല്ലാം നമുക്കറിയാം അല്ലേ? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറ്റൈറ്റ് എല്ലാം എന്താണ്? ഇരുമ്പിൻ്റെ ധാതുക്കളാണ്. അപ്പോൾ എക്സെപ്ഷണൽ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? എക്സെപ്ഷണൽ ആയിട്ട് വരുന്നത് ബോക്സൈറ്റ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണെന്ന് ചെക്ക് ചെയ്താലോ. യെസ്, അപ്പോൾ ആൻസർ ഏതാണ്? ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അപ്പം ബോക്സൈറ്റ് എന്തിൻ്റെ ധാതുവാണ്? എന്തിൻ്റെ ധാതുവാണ്? അലുമിനിയത്തിൻ്റെ ധാതുവാണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതൊരു പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാമാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ബിത്തിയോനാൻ ആൻറ്റിസെപ്റ്റിക് ആണ്, സെക്വനാൽ ആൻറ്റിസെപ്റ്റിക് ആണ്, ഫെനോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രസ്താവന തന്നിരിക്കുന്നത്? ബിത്തിയോനാൽ ആൻറ്റിസെപ്റ്റിക് ആണ്, സെക്വനാൽ ആൻറ്റിസെപ്റ്റിക് ആണ്, ഫെനോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കിയാലോ. ബിത്തിയോനാൻ ആൻറ്റിസെപ്റ്റിക് ആണോ? യെസ്, ഇല്ലേ, ബിത്തിയോനാൻ ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. പക്ഷേ സെക്വനാലോ? സെക്വനാൽ ആൻറ്റിസെപ്റ്റിക് ആണോ? അല്ല. അപ്പം ഫെനോളോ? ഫെനോൾ ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണോ? അതെ, ഫെനോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? താഴത്തെ എനിക്ക് പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാമാണ്? അപ്പം സി ആയിരിക്കും ആൻസർ. നമുക്കൊന്ന് നോക്കാം. യെസ്, സി ആണ് ആൻസർ അല്ലേ? അപ്പം ബിത്തിയോനാൽ ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്, അതുപോലെ തന്നെ ഫിനോൾ ഡിസിൻഫെക്റ്റൻറ്റും ആണ്. സെക്വനാൽ ആൻറ്റിസെപ്റ്റിക് അല്ല. അതുകൊണ്ട് തന്നെ ആ പ്രസ്താവന തെറ്റാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. A2n, B2n സ്ക്വയർ, C2, DN സ്ക്വയർ. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? 2n സ്ക്വയർ, C2, DN സ്ക്വയർ എന്നതാണ് ഓപ്ഷൻസ്. നമുക്ക് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നതെന്ന് നോക്കാം. യെസ്, അപ്പോൾ ആൻസർ എത്രയാണ്? 2n സ്ക്വയർ ആണ്. അപ്പം എങ്ങനെയാണ്? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓർബിറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളൂ എന്ന് ചോദിച്ചാൽ 2 × 1 സ്ക്വയർ 2. അടുത്ത സെക്കൻഡ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ കൊണ്ടുവന്ന് ചോദിച്ചാൽ 2 × 2 സ്ക്വയർ 8 അല്ലേ? അങ്ങനെ 2 × 3 സ്ക്വയർ 2 × 4 സ്ക്വയർ അങ്ങനെ പോകും. അപ്പോൾ എത്ര ഇലക്ട്രോണുകൾ കൊള്ളുന്നതിനുള്ള ഇക്വേഷൻസ് ഏതാണ്? 2n സ്ക്വയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാമാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് പ്രസ്താവനകളൊന്ന് നോക്കാം. ആധുനിക ആവർത്തന പട്ടികയുടെ കണ്ടുപിടുത്തം നടത്തിയത് മോസ്ലി ആണ്. ആരാണ്? ആധുനിക ആവർത്തന പട്ടികയുടെ കണ്ടുപിടുത്തം നടത്തിയത് മോസ്ലി ആണെന്നാണ് ഫസ്റ്റ് പ്രസ്താവന. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ആധുനിക ആവർത്തന പട്ടികയുടെ കണ്ടുപിടുത്തം മെൻഡലീവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ കണ്ടുപിടുത്തം ആരാണെന്നാണ് പറഞ്ഞത്? മെൻഡലീവ് ആണ്. നെക്സ്റ്റ് പ്രസ്താവന എന്താണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിൽ വിന്യസിച്ചിരിക്കുന്നു. അടുത്ത നാലാമത്തെ പ്രസ്താവന എന്താണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വിന്യസിച്ചിരിക്കുന്നു. അപ്പം നാലാമത്തെ പ്രസ്താവന എന്താണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വിന്യസിച്ചിരിക്കുന്നു എന്നതാണ് നാലാമത്തെ പ്രസ്താവന. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയുമാണ് തെറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലാത്തത് ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും. അതായത് മോസ്ലിയാണ് ഉപജ്ഞാതാവെന്നുള്ളതും അത് തെറ്റാണ്. പിന്നെ അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതും തെറ്റാണ്. അപ്പം മനസ്സിലായല്ലോ? ഒന്നുകൂടെ നോക്കുക. നെക്സ്റ്റ് നോക്കാം. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്ര? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? -1, -2, -3, -4. ഏതായിരിക്കും ആൻസർ വരുന്നത്? അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? -3 ആണ് ആൻസർ. അപ്പം ഓക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പ്രക്രിയയാണ് ഓക്സീകരണം. അതായത് ഇലക്ട്രോണിക്സിനെ വിട്ടുകൊടുത്തുകൊണ്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അതേസമയം ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്താണ്? നിരോക്സീകരണം അല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകൂടെ ഒന്ന് നോക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ്.